ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. കർത്താവ് വരാറായിട്ടുണ്ട്. കർത്താവ് മധ്യാകാശത്തിൽ വരും എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടിയാണ് വരുന്നത്. അങ്ങനെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുമായിട്ട് ഒന്നിച്ച് മധ്യാകാശത്തിൽ വരികയും ക്രിസ്തുവിൽ മരിച്ചവരായിട്ടുള്ളവർ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വരവിനായിട്ട് നാം കാത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട്. കർത്താവ് താൻ തന്നെ പറഞ്ഞ, യോഹന്നാൻ സ്നാപകനിൽ കൂടെ പറഞ്ഞ ഒരു വാക്യമാണത്. അവിടെ കർത്താവിൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ മണവാട്ടിയായ സഭയോടുകൂടെ ഒന്നിച്ചു ജീവിക്കുവാനാണ്. കർത്താവിൻ്റെ രക്തത്താൽ കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ് ദൈവത്തിൻ്റെ മക്കളെ. അങ്ങനെ കർത്താവിൻ്റെ മക്കളോട് ഒന്നിച്ച്, ആ കർത്താവിൻ്റെ സഭയോട് ഒന്നിച്ച്, കർത്താവിൻ്റെ മണവാട്ടിയോട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ടാണ് പോകുന്നത്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് പോയപ്പോൾ തന്നെ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അവരോടുകൂടെ വസിക്കുവാനായിട്ട് കർത്താവ് താൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്, കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. കർത്താവ് മേളിലോട്ട് പോയപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. കർത്താവ് പോയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ വേഗം വരും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ വരുന്നു എന്നുള്ളത്. മാത്രമല്ല വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, കർത്താവ് പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അമ്മേൻ കർത്താവായ യേശുവേ വരയണമേ. പ്രിയ സഹോദരിമാരെ, നമ്മുടെ കർത്താവ് പോയപ്പോൾ തന്നെ നമ്മളോട് ഒത്തു താമസിക്കുവാനായിട്ട് വേഗം വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ ഫോറിനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ട് പോവുകയാണ്, ഞങ്ങൾ വരും, വേഗം വരും. അവർക്ക് പോകുമ്പോൾ തന്നെ അവരുടെ ഹൃദയം ഇവിടെ തന്നെയാണ്. അവർ പോകുമ്പോൾ വേഗം വന്ന് നമ്മളെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. ഭർത്താവ് പോകുമ്പോൾ, ഭാര്യയെ വിട്ടിട്ട് പോകുമ്പോൾ ആ ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. എന്നാൽ ആശ്വാസം തരുന്ന, ഞാൻ വേഗം വന്ന് നിൻ്റെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ പറയാണ്, ഞാനിതാ വേഗം വരുന്നു. അങ്ങനെ വേഗം വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിനായിട്ട് പ്രിയ സഹോദരിമാരെ, നാം ഒരുങ്ങിയിട്ടുണ്ടോ? നാം ഒരുക്കമില്ലാത്തവരായിട്ട് തീരുന്നത് കൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിന് താമസം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് 1 പത്രോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 പത്രോസിൻ്റെ വാക്യത്തിൽ നമുക്ക് 1 പത്രോസിൽ നാം കാണുന്നത്, കർത്താവിൻ്റെ വരവിൻ്റെ താമസത്തിൻ്റെ കാരണം നമ്മൾ
നമ്മുടെ ഒരുക്കം കുറവാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 3:8 വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ പ്രിയമുള്ളവനെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് നമ്മുടെ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് വരുവാൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ താമസിക്കുന്നതിൻ്റെ കാരണം നാം മാനസാന്തരപ്പെടുവാനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ടിരിക്കും. കർത്താവിൻ്റെ വരവിന് ഇനി താമസമില്ല. നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, ഞാൻ ഒരു ഉദാഹരണം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു അറിയിപ്പ് കിട്ടി, അടുത്ത ദിവസം ചില അതിഥികൾ വരുന്നുണ്ട്. വീട്ടിലേക്ക് നോക്കിയപ്പോൾ എല്ലാം അലങ്കോലമായി കിടക്കുന്നു. പെട്ടെന്ന് വളരെ ബന്ധപ്പെട്ട വീട് മുഴുവൻ വൃത്തിയാക്കി. എല്ലാം നേരെയായപ്പോൾ എനിക്ക് സന്തോഷമായി. അവർ വന്നാൽ അവരെ സ്വീകരിക്കുവാൻ പറ്റിയ ഒരു ഭവനമായി മാറി. ഒരു സമയത്ത് അതിഥികൾ വരുന്നവരെ സ്വീകരിക്കുവാൻ ഭവനം സജ്ജമായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതിക്ക് മാറ്റം വന്നു. എൻ്റെ ചിന്ത പെട്ടെന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചായി. ഇന്ന് വരരുതേ, നാളെ വന്നാൽ മതി, കാരണം ഇനി അനേക കാര്യങ്ങൾ ക്രമീകരിക്കുവാനുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതവും ഭവനവും എങ്ങനെയാണ്? കർത്താവിന് ഹിതമല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക, പിണക്കം, ക്രോധം, അസൂയ, കയ്പ്, പിറുവിറുപ്പ്, വ്യഭിചാരം, ദുർചിന്ത, വിഗ്രഹാരാധന എന്നിവയാൽ അശുദ്ധമായി കിടക്കുകയാണോ പ്രിയ സഹോദരിമാരെ നമ്മുടെ ജീവിതം? ഇവ സകലവും വിട്ടൊഴിഞ്ഞിട്ട് വൃത്തിയാക്കി ആത്മാവിനാൽ നിറയേണ്ടതാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ അവന് മുമ്പിൽ കാഴ്ചവെക്കുവാൻ നമ്മുടെ കൈവശം എന്തുണ്ട്? ഒന്നുമില്ലാത്തവരായി ലജ്ജിച്ച് നിൽക്കേണ്ടി വരുമോ? നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയുവാൻ കഴിയുമോ? നമ്മൾക്ക് തന്നതായിട്ടുള്ള അനേക താലന്തുകളുണ്ട്. എല്ലാവർക്കും താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. നാം രക്ഷിക്കപ്പെട്ട നിമിഷം പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്. ആ താലന്തുകൾ കൊണ്ട് നമ്മൾ വ്യാപാരം ചെയ്ത് 30, 60, 100 മേനി ആയിട്ട് വിളയിക്കുവാനാണ് കർത്താവ് നമ്മൾക്ക് താലന്തുകൾ തന്നിട്ട്. എന്നാൽ നാം അത് വിളയിക്കുന്നവരോ അതിന് അനേകമായിട്ട് അതിനെ വർദ്ധിപ്പിക്കുന്നവരോ അതോ നാം കുഴിച്ചു മൂടിയിടുന്നവരാണോ? കുഴിച്ചു മൂടി നമ്മുടെ താലന്തുകൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ കർത്താവ് നമ്മുടെ താലന്ത് കൂടി എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതം വിശുദ്ധമാണോ? ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സകല പകയും പിണക്കവും എല്ലാം മാറ്റി വിശുദ്ധരായിട്ടാണോ നാം ജീവിക്കുന്നത്? രണ്ടാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ താലന്തുകൾ കൊണ്ട് നാം വ്യാപാരം ചെയ്ത് 30, 60, 30, 100 മേനിയായിട്ട് വിളയിക്കുന്നവരായിട്ടോ? മൂന്നാമതായിട്ട് ന്യായവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിലരെ രക്ഷിക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയാണ്, കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ട് അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കർത്താവ് വരുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന സ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കും. അല്ല എങ്കിൽ അല്ല എങ്കിൽ നമ്മൾക്ക് ദുഷ്ടദാസനെ എന്നുള്ള വിളി ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്ത് പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ എന്നെഴുതിയിരിക്കുന്ന പോലെ നാം ലജ്ജിതരായി നിൽക്കേണ്ടി വരുമോ? കർത്താവിന് വരവിന് വേണ്ടി നമ്മുടെ പൂർവികർ എപ്പോഴും തയ്യാറായിരുന്നിരുന്നു. അവൻ വേഗം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി വരുമെന്ന് അവർ പ്രത്യാശിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ലോക സമ്പത്തും മഹിമയും ഒന്നും ഒരു വിഷയമായിരുന്നില്ല. എല്ലാം അവർ ചപ്പും ചവറും എന്നെണ്ണി കർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്നു. ഇന്നത്തെ നമ്മുടെ മനോഭാവം എത്രയോ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഉടനെ വരികയില്ല എന്നുള്ള ചിന്തയാണ് നാം വിചാരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നനയ്ക്കാത്ത നാഴികയിൽ അവൻ വരുന്നത് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ടവരായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്ത് 100, 60, 30 മേനി വിളയിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അനേകരെ കർത്താവിലേക്ക് നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വചനം അനേകരിലേക്ക് പറയുവാനും അനേകരെ രക്ഷയെങ്കിലേക്ക് നടത്തുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.